അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഉമ്മ ടീച്ചർ. നമ്മളിന്ന് +2 മലയാളം 3ാമത്തെ യൂണിറ്റിലെ തേങ്ങ എന്ന കവിതയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ കവിത ചെറിയാൻ കെ ചെറിയാൻ എന്ന കവിയുടെ ഇതാണ്. ചെറിയാൻ കെ ചെറിയാൻ എഴുതിയതാണ്. അപ്പോൾ ഈ കവിതയെക്കുറിച്ച് പറയുന്ന മുന്നേ നമ്മൾ കവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ നോക്കാം. 1932 കോട്ടയം ജില്ലയിലെ വൈക്കത്ത് ജനിച്ചു. 1973 മുതൽ ന്യൂയോർക്കിൽ സ്ഥിര താമസമാണ്. ആധുനിക ജീവിതത്തിൻ്റെ സംഘർഷങ്ങളും വൈരുദ്ധ്യങ്ങളും കവിതയ്ക്ക് ഇതിവൃത്തമാക്കിയ എഴുത്തുകാരൻ. അപ്പോൾ ആധുനിക ജീവിതത്തിൻ്റെ വൈരുദ്ധ്യങ്ങളും അന്തസംഘർഷങ്ങളും കവിതയ്ക്ക് വിഷയമാക്കിയ കവിയാണ് നമ്മുടെ ചെറിയാൻ കെ ചെറിയാൻ. പുരാവൃത്തങ്ങളെ സമകാലിക ജീവിത വ്യാഖ്യാനത്തിന് സ്വീകരിക്കുക എന്നത് ഇദ്ദേഹത്തിൻ്റെ കവിതകളുടെ സ്വഭാവമാണ്. അപ്പോൾ ചെറിയാൻ കെ ചെറിയാൻ്റെ കവിതകളുടെ പ്രത്യേകതകളാണ് ഇപ്പോൾ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് എന്താണ്? ആധുനിക ജീവിതത്തിൻ്റെ അന്തസംഘർഷങ്ങളും അതുപോലെ വൈരുദ്ധ്യങ്ങളും വ്യത്യസ്തത ഉള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കവിതകളാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെന്താണ്? പുരാവൃത്തങ്ങളെ സമകാലിക ജീവിത വ്യാഖ്യാനത്തിന് സ്വീകരിക്കുക എന്നത് ഇദ്ദേഹത്തിൻ്റെ കവിതകളുടെ സ്വഭാവമാണ്. അപ്പോൾ ഞാൻ നേരത്തെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങൾ എഴുതുമ്പോൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ, നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതുമ്പോൾ ഇൻട്രൊഡക്ഷനായിട്ട് കവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എഴുത്തുകാരെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതണം. അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മറക്കാതെ എഴുതുക. അപ്പോൾ ഐറണിയുടെ സാധ്യതകൾ ഉൾക്കൊണ്ട് നഗരജീവിത അനുഭവങ്ങളെ തീവ്രതയോടെ ആവിഷ്കരിക്കുന്ന കവിതകൾ രചിച്ചിട്ടുണ്ട്. ഐറണി എന്ന് പറഞ്ഞാൽ സത്യത്തിന് അപ്പുറം പറയാം, സത്യമല്ലാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ വിരോധാഭാസം എന്നൊക്കെ പറയാം മലയാളത്തിൽ. അപ്പോൾ ഐറണിയുടെ സാധ്യതകൾ ഉൾക്കൊണ്ട് നഗര ജീവിത അനുഭവങ്ങളെ തീവ്രതയോടെ ആവിഷ്കരിക്കുന്ന കവിതകൾ രചിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ള തേങ്ങ എന്നുള്ള കവിത. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെ നോക്കാം? പവിഴപ്പുറ്റ്, ഐരാവതം, കുശനും ലവനും കുചേലനും, ഭ്രാന്തനും ഭസ്മാസുരനും, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതകൾ. പ്രേമിക്കുക എന്ന അവകാശം, അത് അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരമാണ്. ഇതൊക്കെയാണ് പ്രധാന കൃതികൾ. അപ്പോൾ ചെറിയാൻ കെ ചെറിയാനെ നിങ്ങൾക്ക് മനസ്സിലായി. ചെറിയാൻ കെ ചെറിയാൻ എന്ന കവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ടെക്സ്റ്റുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത് ഒന്നുകൂടി വായിച്ചു നോക്കുക, മനസ്സിലാക്കുക. പ്രധാന കൃതികളും മനസ്സിലാക്കി വയ്ക്കുക. കാരണം ചോദ്യങ്ങൾ ചേരുംപടി ചേർക്കുക, കൂട്ടത്തിൽ പെടാത്തത്, ഈ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ ഓരോ എഴുത്തുകാരുടെ കൃതികളൊക്കെ തന്നിട്ടാണ് ചോദിക്കുക. അപ്പോൾ ആ എഴുത്തുകാരെ കുറിച്ചോ അവരുടെ കൃതികളെക്കുറിച്ചോ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ ഉത്തരം എഴുതാൻ കഴിയൂ. അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ കവിതയിലേക്ക് വരികയാണ്. തേങ്ങ എന്നാണ് കവിതയുടെ പേര്. തേങ്ങ, ചെറിയാൻ കെ ചെറിയാൻ ഈ തേങ്ങ എന്നുള്ള കവിതയിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. കൊല്ലാങ്കണ്ടത്തിൽ ദേവസ്യ. അപ്പോൾ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ കവിത ഒരു ഗദ്യ കവിതയാണ്. ഗദ്യ കവിത എന്നുള്ള വിഭാഗത്തിലാണ് ഈ കവിത വരുന്നത്. പിന്നെ ഐറണിയുടെ സാധ്യതകൾ കവിതയിൽ ധാരാളം നമുക്ക് കാണാം. ഈ കവിത ഒരു ഐറണി തന്നെയാണ്. നോക്കൂ, ഐറണി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുമ്പോൾ വിരോധാഭാസം കേട്ടോ. എന്ന് വെച്ചാൽ സത്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് വരിക. കൊല്ലാങ്കണ്ടത്തിൽ ദേവസ്യ തെങ്ങിൻ ചോട്ടിലിരുന്ന് മുറുക്കുകയായിരുന്നു. പൊടുന്നനെ ഒരു പെരുന്തൻ തേങ്ങ ഞെടുപ്പറ്റ് താഴേക്ക് പോന്നു. 4 വരി എന്തൊക്കെയാണ്? ദേവസ്യ എന്നൊരു വ്യക്തി, അദ്ദേഹത്തെ എങ്ങനെ പരിചയപ്പെടുന്നത്? കൊല്ലാങ്കണ്ടത്തിൽ ദേവസ്യ എന്നൊരാൾ തെങ്ങിന് ചോട്ടിലിരുന്ന് ഇങ്ങനെ മുറുക്കുകയായിരുന്നു. മുറുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? വെറ്റിലി, അടക്കി, നൂറൊക്കെ ഉപയോഗിച്ചിട്ട് മുറുക്കുക എന്നൊക്കെയുള്ള അവസ്ഥയിലേക്ക് വരുന്ന വളരെ ലാഘവത്തോടെ നല്ല ഒരു സന്തോഷഭാവത്തിലൊക്കെ ആയിരിക്കാം അദ്ദേഹം. അപ്പോൾ കൊല്ലാങ്കണ്ടത്തിൽ ദേവസ്യ തെങ്ങിൻ ചോട്ടിലിരുന്ന് മുറുക്കുകയായിരുന്നു. പൊടുന്നനെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു പെരുന്തൻ തേങ്ങ, പെരുന്തൻ വെച്ചാൽ വലിയ നാളികേരം, പെരുന്തൻ തേങ്ങ ഞെടുപ്പറ്റ് താഴേക്ക് പോന്നു. അപ്പോൾ തെങ്ങിൻ്റെ ചോട്ടിലിരുന്നാണല്ലോ മുറുക്കുന്നത്. പെട്ടെന്ന് അയാൾ മുറുക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വലിയൊരു നാളികേരം തേങ്ങ എന്ത് ചെയ്തിട്ട് ഞെടുപ്പറ്റ് താഴേക്ക് പോന്നു.
അയൽക്കാരൻ പാലുശ്ശേരിയിൽ നാരായണപിള്ള കാഴ്ച കണ്ട് മേലു ധരിച്ച് നിന്നുപോയി. അപ്പോൾ അപ്പുറത്ത് ആരുണ്ട്? അയൽക്കാരനായ പാലുശ്ശേരിയിൽ നാരായണപിള്ള ഇത് കാണുന്നുണ്ട്. ആ കാഴ്ച കണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? മേലു ധരിച്ച് നിന്നുപോയി. എന്തായിരുന്നു കാഴ്ച? ഒരു പെരുന്തൻ തേങ്ങ ഞെടുപ്പറ്റ് താഴേക്ക് പോന്നു. അതിൻ്റെ ചോട്ടിലിരുന്ന് ആരും മുറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്? നമ്മുടെ കൊല്ലാങ്കണ്ടത്തിൽ ദേവസ്യ. തേങ്ങ ഉച്ചയ്ക്കു തന്നെ വീണു. അപ്പോൾ ദേവസ്യ മുറുക്കിക്കൊണ്ടിരുന്ന ദേവസ്യയുടെ ഉച്ചയ്ക്കു തന്നെ, ഉച്ചി എന്ന് പറഞ്ഞാൽ തലയുടെ മുകളിൽ അല്ലെങ്കിൽ തലമണ്ട എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഉച്ചയ്ക്ക് തന്നെ വീണു. ദേവസ്യ പിന്നിലേക്ക് മലർക്കെ മരിച്ചെന്നു തന്നെ നാരായണപിള്ള കൽപ്പിച്ചു. അപ്പോൾ തേങ്ങ എന്ത് ചെയ്തിട്ടുണ്ട്? ഞെടുപ്പറ്റ താഴേക്ക് പോകുന്ന ഒരു പെരുന്തൻ തേങ്ങയായിരുന്നു, വലിയൊരു തേങ്ങയായിരുന്നു. അപ്പോൾ ആ തേങ്ങ ഈ നമ്മുടെ ദേവസ്യയുടെ ഉച്ചിയിൽ തന്നെ കൊണ്ടു. ഉച്ചിയിൽ തന്നെ കൊണ്ടപ്പോൾ തന്നെ അയാൾ എന്ത് ചെയ്തു? പിന്നിലേക്ക് മലർന്നു വീണു. ഇതൊക്കെ കണ്ടു നിൽക്കുകയാണ് ആര്? പാലുശ്ശേരി നാരായണപിള്ള, അയൽക്കാരനായ നാരായണപിള്ള. അദ്ദേഹം ഇത് കണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മരിച്ചെന്ന് തന്നെ നാരായണപിള്ള കൽപ്പിച്ചു. ഈ കാഴ്ച കണ്ടപ്പോൾ നാരായണപിള്ള ദേവസ്യയുടെ കാര്യം കഴിഞ്ഞു, മരിച്ചു എന്ന് തന്നെ കൽപ്പിച്ചു. അത്ഭുതമെന്നേ പറയേണ്ടു. ദേവസ്യക്കല്ല, പറ്റിയത് തേങ്ങയ്ക്കായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത് ഇവിടെ? ദേവസ്യക്കൊന്നും പറ്റിയില്ല. പറ്റിയത് ആർക്കായിരുന്നു? ആ മേലെ നിന്ന് താഴെ വീണ് ദേവസ്യയുടെ ഉച്ചിയിൽ വീണ തേങ്ങയ്ക്കായിരുന്നു പറ്റിയത്. തേങ്ങയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് നോക്കാം. അത് നാരോടെ പൊട്ടിക്കീറി അടുത്തുള്ള കുളത്തിൽ തെറിച്ചു വീണു. അത് നാരോടെ പൊട്ടിക്കീറി അടുത്തുള്ള കുളത്തിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ഉണ്ടായത്. വീണു. അപ്പം അതിൻ്റെ രൂപഭാവങ്ങളിൽ മാറ്റം വന്നു. നാരോടെ പൊട്ടിക്കീറുകയൊക്കെ ചെയ്തു. ഓടിയെത്തിയ നാരായണപിള്ളയെ കാണേ ചിരിക്കാനാണ് തോന്നിയത്. അപ്പം ഈ സമയത്ത് നാരായണപിള്ള, അയൽക്കാരൻ നാരായണപിള്ള അവിടെ ഇത് കണ്ടു നിൽക്കുന്നുണ്ടല്ലോ. ഈ സംഭവം കണ്ട് ഓടിയെത്തിയ നാരായണപിള്ളയെ കണ്ട ദേവസ്യ എന്ത് ചെയ്തു? ദേവസ്യക്ക് ചിരിക്കാനാണ് തോന്നിയത്. അപ്പോൾ നാരായണപിള്ള ഉറപ്പിച്ചു ദേവസ്യയുടെ കാര്യം കഴിഞ്ഞു. അത്രയും രൂക്ഷമായ രൂപത്തിൽ തന്നെയാണ് സംഭവിച്ചത്. ഉച്ചിയിൽ തന്നെ നാളികേരം വീണിട്ടുണ്ട്. അയാൾ മലർക്കെ പിന്നിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തു. എങ്കിലും എന്താ ഉണ്ടായത്? തേങ്ങയ്ക്കാണ് പറ്റിയത്, ദേവസ്യക്കല്ല എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ നാരായണപിള്ളയെ കണ്ട ദേവസ്യ എന്ത് ചെയ്തിട്ടുണ്ട്? ഓടിയെത്തിയ നാരായണപിള്ളയെ കാണെ ചിരിക്കാനാണ് ദേവസ്യക്ക് തോന്നിയത്. ദേവസ്യ എന്ത് ചെയ്തു? ചിരിച്ചു. നാരായണപിള്ളയെ നോക്കി ചിരിച്ചു. ഇത്ര പെരുത്തൊരു തേങ്ങ ഇത്ര പൊക്കത്തിൽ നിന്നു വീണിട്ടും താൻ മരിച്ചില്ലല്ലോ എന്നോർത്ത് ദേവസ്യക്ക് ചിരി അടങ്ങാതെ പോയി. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? പാലുശ്ശേരി നാരായണപിള്ള ഓടിയെത്തി. തൻ്റെ അയൽക്കാരനായ ദേവസ്യക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. എന്തോ സംഭവിച്ചതെന്നുള്ളതല്ല, സംഭവിച്ച് കണ്ടിട്ടാണ് ഓടിയെത്തിയത്. മരിച്ചെന്ന് തന്നെ ഉറപ്പിച്ച് ഓടിയെത്തിയ നാരായണപിള്ള കാണുന്നത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ദേവസ്യയാണ്. അപ്പോൾ ദേവസ്യക്ക് ചിരി വന്നത് എന്താണ്? നാരായണപിള്ളയെ കണ്ടപ്പോൾ ചിരിക്കാനാണ് തോന്നിയത്. അദ്ദേഹം ചിരിച്ചു. പിന്നെ അദ്ദേഹം എന്തൊക്കെ ഓർത്തു? ഇത്ര പെരുത്തൊരു തേങ്ങ ഇത്ര പൊക്കത്തിൽ നിന്ന് വീണിട്ടും താൻ മരിച്ചില്ലല്ലോ എന്നോർത്ത് ദേവസ്യക്ക് ചിരി അടങ്ങാതെ പോയി. ദേവസ്യക്ക് ഈ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ചിരി നിൽക്കാതെയായി, അടങ്ങാതെ പോയി. നാരായണപിള്ളയെ നോക്കി അയാൾ ചിരിച്ചു. കുളത്തിൽ നോക്കി ചിരിച്ചു. തെങ്ങിൻ മണ്ടയുടെ നേർക്ക് കുടുകുടേ ചിരിച്ചു. മലർന്നു കിടന്നു ചിരിച്ചു. പള്ളയ്ക്ക് കൈകോർത്ത് ചിരിച്ചു. കൈകോർത്തല്ല, പള്ളയ്ക്ക് കൈ ചേർത്ത് ചിരിച്ചു. എന്തിന്? ചിരിച്ചു ചിരിച്ച് ചിരി അടക്കാനാവാതെ കൊല്ലാങ്കണ്ടത്തിൽ ദേവസ്യ ഒടുവിൽ ശ്വാസം മുട്ടി മരിച്ചു. അപ്പം എന്താണ് ഈ കവിതയിൽ പറയണത്? നാളികേരം തലയിൽ ഉച്ചിയിൽ തന്നെ വീണിട്ട് മരിക്കാത്ത ദേവസ്യ താൻ ഇത്രയും വലിയൊരു നാളികേരം തൻ്റെ ഉച്ചിയിൽ തന്നെ വീണിട്ട് താൻ മരിച്ചില്ലല്ലോ എന്ന് ഓർത്ത് ചിരിച്ച് അവസാനം എന്തായി? ശ്വാസം മുട്ടി മരിച്ചു. ഇതാണ് കവിത. അവസാനം ഒരു ഗുണപാഠം കൂടി കൊടുത്തിട്ടുണ്ട്. തലയിൽ തേങ്ങ വീണാൽ ചിരിക്കരുത്. സത്യത്തിൽ തലയിലൊക്കെ തേങ്ങ വീണ് കഴിഞ്ഞാൽ, ശരിക്കും ഉച്ചിയിലൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ ചിരിക്കാൻ ആള് ബാക്കി ഉണ്ടാവില്ലല്ലോ. അടുത്തു കൂടിയൊക്കെ പോവുകയും ചെറിയ രീതിയിലൊക്കെ നാളികേരൊക്കെ വീണിട്ട് ആളുകൾ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ നേരെ ഉച്ചിയിൽ തന്നെ വീണാൽ ആ ആളുടെ കഥ പിന്നെ പറയേണ്ടതില്ല. പക്ഷെ ഇവിടെ നേരെ വിപരീതമാണ് സംഭവിച്ചത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഐറണി എന്ന ഒരു
ഭാവമാണ് ഈ കവിതയ്ക്ക്, വിരോധാഭാസമാണ്. സത്യത്തിൽ സംഭവിക്കുക എന്താണെന്ന് നമുക്കറിയാം. ഇപ്പൊ യുക്തിക്ക് നിരക്കാത്ത, യുക്തിസഹമല്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ എന്ത് ചെയ്യാണ്, അല്പം കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിന് പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. യുക്തിസഹമല്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം നമ്മളെ ബോധവാന്മാരാക്കുകയാണ്. എങ്ങനെയാ ബോധവാന്മാരാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അവസാനം ഒരു ഗുണപാഠമുണ്ട്. അപ്പൊ ഏത് കാര്യത്തിലും ഗുണപാഠം കണ്ടെത്താൻ ഉള്ള ശ്രമം നടത്തുന്ന നമ്മളെ ഒന്ന് പരിഹസിക്കുക കൂടിയാണ് കവി. എന്താ പറഞ്ഞത്? തലയിൽ തേങ്ങ വീണാൽ ചിരിക്കരുത്. തലയിൽ തേങ്ങ വീണാൽ ചിരിക്കാൻ നമ്മൾ ബാക്കി ഉണ്ടാവില്ല എന്നുള്ള വേറെ കാര്യം. അപ്പൊ തലയിൽ തേങ്ങ വീണാൽ ചിരിക്കരുത്, അതാണ് ഇതിലെ ഗുണപാഠം. അപ്പോൾ ചെറിയാൻ കെ ചെറിയാന്റെ തിരഞ്ഞെടുത്ത കവിതകൾ എന്ന സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് ഈ തേങ്ങ എന്ന കവിത. അപ്പോൾ ഐറണിയുടെ സാധ്യതകളാണ് ഈ കവിതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞല്ലോ. പിന്നെ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളും അന്തസംഘർഷങ്ങളും ഒക്കെയാണ് ഈ കവി വിഷയമാക്കുന്നതെന്നും പറഞ്ഞു. ഇനി നമുക്ക് ഈ കവിതയുടെ ചില ആശയങ്ങൾ, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞു, പുരാവൃത്തങ്ങളെ അഥവാ മിത്തുകളെ, ദേശീയ മിത്തുകളെ അല്ലെങ്കിൽ ഭാരതീയ മിത്തുകളെ പുനഃസൃഷ്ടിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രമുഖ കവിതകൾ പലതും. ആധുനിക ലോകത്തിലെ ജീവിതാനുഭവങ്ങളെ ആഴത്തിൽ അപഗ്രഥിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ. ഹാസ്യപ്രധാനമായ കവിതകളും ചെറിയാൻ കെ ചെറിയാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഹാസ്യങ്ങളുണ്ട് നോക്കൂ. ആക്ഷേപഹാസ്യവും വിമർശനഹാസ്യവും ശുദ്ധ ഹാസ്യവുമെല്ലാം അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതേണ്ടത്, ഇൻട്രൊഡക്ഷനായിട്ട് എഴുതേണ്ടത്. ഇനി തേങ്ങ, അപ്പോൾ നമ്മൾ ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കാൻ പറഞ്ഞാൽ ഈ രീതിയിൽ എഴുതുക. ഇനി നമ്മൾ കവിതയെക്കുറിച്ച് പറയുകയാണ്. തേങ്ങ എന്ന കവിത ശുദ്ധ ഹാസ്യ കവിതയാണ്. എന്നാൽ ഇതിൽ ചില വിമർശനത്തിൻ്റെ നാമ്പുകൾ അല്ലെങ്കിൽ മുനകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. മനുഷ്യൻ്റെ ചില സ്വഭാവ വിശേഷങ്ങളിലൊന്ന് ആണ് എന്ത്? അമിതമായ ആഹ്ലാദം. അതുണ്ടല്ലോ, അമിതമായ ആഹ്ലാദം. അധികമായാൽ അമൃതും വിഷം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പം അതുപോലെ മനുഷ്യൻ്റെ ചില സ്വഭാവ വിശേഷങ്ങളിലൊന്നാണ് സന്തോഷം ഉണ്ടായാൽ അമിതമായി സന്തോഷിക്കുക, അമിതമായ ആഹ്ലാദം. ദുഃഖം വരുമ്പോൾ വല്ലാതെ ദുഃഖിക്കുകയും സന്തോഷം വരുമ്പോൾ അമിതമായി ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. അപ്പം എന്താണ്? ഒക്കെ കൂടുതലാവുന്നു എന്നാണ് കവി സൂചിപ്പിക്കുന്നത്. ദുഃഖം വരുമ്പോൾ അമിതമായി ദുഃഖിക്കുക, അതും അപകടമാണ്. അതുപോലെ സന്തോഷം വരുമ്പോൾ അമിതമായി സന്തോഷിക്കുക, ആഹ്ലാദിക്കുക, അതും അപകടകരമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സംസ്കൃതത്തിലൊരു ചൊല്ലുണ്ട്, അതി സർവത്ര വർജയേ എന്ന് വെച്ചാൽ എന്താണത്? അധികമായാൽ അമൃതും വിഷം എന്ന ആശയത്തിൻ്റെ മറ്റൊരു രൂപം. അതി സർവത്ര വർജയേ, ഏറ്റവും കൂടുതലായി, ഏറെ ഒന്നും ചെയ്യരുത്. ഏറെ ചിത്രം ഓട്ടപ്പെടും എന്നൊക്കെ ഒരു ചൊല്ലുണ്ട്. അതുപോലെ കൂടുതലായാൽ എല്ലാം ബുദ്ധിമുട്ടാവും. അപ്പോൾ അധികമായാൽ അമൃതും വിഷം, ഈ ചൊല്ല് നമുക്കറിയാമല്ലോ. ഒന്നും അധികമാകരുത്, ചുരുക്കി പറഞ്ഞതാണ്, ഒന്നും അധികമാകരുത്. ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും അധികമാകാതെ നോക്കുക. എന്ന് വെച്ചാൽ എല്ലാറ്റിനും സന്തുലിതമായ ഒരു സ്ഥലമുണ്ടാകണം. സന്തുലിതമായ ഒരു അവസ്ഥയിലൂടെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓരോ കാര്യത്തെയും സമീപിക്കാൻ പാടുള്ളൂ എന്ന ഒരു കാര്യമാണ് കവി ഈ കവിതയിലൂടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പാരഗ്രാഫ് എഴുതി ഒരു കൺക്ലൂഷൻ പാരഗ്രാഫായിട്ട് ഇങ്ങനെ കൊടുക്കാം ആസ്വാദനം. കൊല്ലാങ്കണ്ടത്തിൽ ദേവസ്യ തലയിൽ തേങ്ങ വീണിട്ടും മരിച്ചില്ല. നമ്മൾ കണ്ടതാണല്ലോ, മരിച്ചില്ല. തേങ്ങയ്ക്കാണ് എന്ത് ഉണ്ടായത്? പരിക്ക് പറ്റിയത്. ഇതിൽ അമിതമായി സന്തോഷിക്കുന്ന ദേവസ്യ ചിരിച്ചു ചിരിച്ച് എന്ത് ചെയ്തു? ശ്വാസം മുട്ടി മരിക്കുന്നു. ഇത് അയുക്തികമായി തോന്നാവുന്ന എന്താ പറയാ കവിതയാണ്. ഒരു യുക്തിക്ക് നിരക്കാത്തൊരു കവിതയായിട്ടാണ് നമ്മളിത് തോന്നുന്നത്. എന്നാൽ അയുക്തികതയെ ചില ചിന്തകളിലേക്ക് നയിക്കുകയാണ് കവി. അയുക്തികത എന്ന് പറഞ്ഞാൽ യുക്തിയില്ലാത്തത്. ഓരോ കാര്യങ്ങളും യുക്തിക്കനുസരിച്ചല്ലേ നമ്മൾ ചിന്തിക്കുക. പക്ഷെ നമുക്ക് ഇവിടെ ചിന്തിച്ചാൽ മനസ്സിലാവും ഇതിലൊരു യുക്തി ഇല്ലല്ലോ. അപ്പോൾ ആ അയുക്തികതയെ എന്ത് ചെയ്യണം? ചില ചിന്തകളിലേക്ക് നയിക്കുകയാണ് കവി. തേങ്ങ വീണിട്ടും മരിക്കാതെ രക്ഷപ്പെട്ടതിൽ സന്തോഷമാകാം. എന്നാൽ എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്, ഒരു അതിരുണ്ട്. അപ്പോൾ നമ്മുടെ സുഗതകുമാരിയുടെ ടീച്ചറുടെ ഒരു കവിത ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു താരകയെ കാണുമ്പോൾ രാവു മറക്കുന്ന, പുതുമഴ കാണുകയെ വരൾച്ച മറക്കുന്ന,
പാൽച്ചിരി കൊണ്ട് മൃതിയെ മറന്ന് സുഖിക്കുന്ന പാവം മാനവ ഹൃദയം എന്ന് കവയിത്രി പറയുന്നുണ്ട്. നമ്മുടെ സുഗതകുമാരി ടീച്ചർ പറഞ്ഞിട്ടുണ്ട് പാവം മാനവ ഹൃദയം എന്ന അവരുടെ കവിതയിൽ. എന്ന് വെച്ചാൽ നമ്മളെ ഏതെങ്കിലും ഒരു അവസരം വരുമ്പോൾ അമിതമായിട്ട് അതിൽ ലയിച്ചു പോവുകയാണ്. അപ്പോൾ ബാക്കിയുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മറന്നു പോകുന്നു. അപ്പോൾ പരിധി വിടരുത്, ഒരു കാര്യവും പരിധി വിടരുത് എന്നാണ് പറയുന്നത്. ഓരോ നല്ല കാര്യത്തിന് ശേഷവും അത്ര നന്നല്ലാത്ത ചിലതെല്ലാം നമ്മെ കാത്തിരിപ്പുണ്ട് എന്നതാണ് സത്യം. അപ്പം അതാണ് പറഞ്ഞത്, ഓരോ നല്ല കാര്യത്തിനു ശേഷവും അത്ര നന്നല്ലാത്ത ചിലതും കൂടി നമ്മെ കാത്തിരിപ്പുണ്ട് എന്നതാണ് സത്യം. ചിരിയും കരച്ചിലും അപ്പോൾ എന്ത് ആവരുത്? അമിതമാകരുത്. അപ്പോൾ നമ്മുടെ ശ്രീബുദ്ധൻ്റെ ആശയമുണ്ടല്ലോ, മധ്യമ മാർഗം, എ മിഡിൽ പാത്ത്, അതാണ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത്. അഷ്ടാംഗമാർഗം 8 കാര്യങ്ങളൊക്കെ ശ്രീബുദ്ധൻ പറയുന്നുണ്ട്. ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി, ശരിയായ ചിന്ത, ഇങ്ങനെ പോകുന്നു ആ 8 മാർഗങ്ങൾ. അല്ലെങ്കിൽ എന്താവും, അങ്ങനെ ആ ഒരു മിതമായ അല്ലെങ്കിൽ ഒരു മധ്യ മാർഗം സ്വീകരിച്ചില്ലെങ്കിൽ എന്താവും? ആപത്തുകൾ വന്നു ചേരും എന്നതാണ് ഹാസ്യാത്മകമായി നമ്മുടെ കവി ചെറിയാൻ കെ ചെറിയാൻ ഈ കവിതയിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. മാത്രമല്ല, ചിരി ചിന്തയിലേക്ക് നയിക്കുന്നു. തേങ്ങ എന്ന കവിത നർമ്മത്തിലൂടെ ചില ജീവിത സത്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ കവിത മനസ്സിലായി. കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു, മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കവിതയെ വിലയിരുത്തേണ്ടതും മനസ്സിലാക്കേണ്ടതും. അപ്പോൾ കവിതയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതും കവി എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളതും ഈ കവിത ഏത് രീതിയിലാണ് പോകുന്നത് എന്നുള്ളതും, ഐറണിയാണ് ഇവിടെ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഐറണി എന്ന് പറഞ്ഞാൽ വിരോധാഭാസം. അപ്പോൾ കവിതയൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട്, മറ്റൊരു അധ്യായവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ഈ അക്ഷരജാലം എന്നുള്ള ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.